ആണല്ലോ. വൈറ്റി ട്രോൾ ഹണി റോസ്. ഇതാണല്ലോ ആദ്യം വന്നത്. മൂഡ് പോയിന്നോ? സത്യം ഞാനത് പറഞ്ഞ് നിങ്ങളുടെയും കൂടെ മൂഡ് കളഞ്ഞല്ലേ. ടെലഗ്രാം ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ബ്രോ. ടെലഗ്രാം പറ്റുമോ? ഞാൻ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. ഞാൻ കുറച്ച് പേരുടെ ഇത് അതിനകത്ത് ഒരുത്തൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ പക്ഷേ അവൻ അതിനകത്ത് ജസ്റ്റ് ഒരു മെമ്പർ മാത്രം. അവൻ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. സൈഡ്രാക്സ് മാത്രമല്ല, കുറെ പിള്ളേരുണ്ട് നമുക്ക്. അങ്ങനെ കുറെ പിള്ളേരുണ്ട്. ക്രീം കേക്ക് ഉണ്ട്, നിക്കോൺ തന്നെ വശം കൊടുത്താൽ. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും മോഡറേറ്റർ ആക്ക് പൊളിക്കാന്ന് അവന്റെ ആദ്യത്തെ കമന്റാ ഡെൽറ്റയുടെ. അറിയില്ല അതെന്താന്ന് പറഞ്ഞാ കൊള്ളായിരുന്നു. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താന്ന് പറഞ്ഞാ കൊള്ളായിരുന്നത്. അത് പറയാതിരിക്കാൻ പറ്റൂല. ഇത് വർക്ക് ചെയ്യത്തില്ല. അതിന്ന് ഹോട്ട്സ്പോട്ട് എടുക്കും ഈ ഫോണില്. ഇത് സിം വർക്ക് ചെയ്യില്ല. ഈ സിമ്മിലേക്ക് എടുക്കും. കഷ്ടപ്പാട് നോക്കണേ. കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലും വർക്കൊക്കെ അവന് കുറെ ഉണ്ട്. സ്രാങ്ക് വന്നെണ്ണ അവനെ സാങ്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. അവനെ സാങ്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. വന്നതും പോയതും ഒരുമിച്ചായിരുന്നടാ ആളിയൻ. അണ്ണാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അണ്ണനെ കൊണ്ട് പറ്റും. ലെവൽ 2 ബീറ്റ് ബോക്സ് ചെയ്യണോണ്ട് അങ്ങേര് അതിന്റെ കൂടെ. എന്റെ പൊന്നു വിഷയം. അണ്ണനെ കൊണ്ട് പറ്റും. അവൻ 10 വർഷം കൊണ്ട് ചെയ്തിട്ടായിരിക്കും അത് എത്തിയത്. ഫ്യൂച്ചർ ഗെയിമിങ് ഈസ് ഹിയർ. എടാ എനിക്കിത് എൻ്റെ ഈ സൈഡിലാണ് ഗൈസ് എൻ്റെ മറ്റേ വൈഡ് ഇതുള്ള അതായത് മോണിറ്ററുള്ള PC എൻ്റെ ഈ സൈഡിലായിരിക്കുന്നത്. എൻ്റെ ഈ സൈഡിലായിട്ട് എനിക്ക് ഈ ചെയർ കുറച്ച് ഹൈറ്റിൽ വരുന്നത് ഇവിടെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കത് ചെയ്യണമെന്നുണ്ട്. ഞാനത് എന്തായാലും ചെയ്യും. അത് ആ CPU-ൽ ഞാൻ എന്തായാലും ചെയ്യും. അത് ഞാൻ ഡ്രൈവിംഗ് ഗെയിംസൊക്കെ ഞാൻ സ്ട്രീം ചെയ്യത്തില്ലെന്നുള്ളൂ. ഞാൻ മെയിനായിട്ട് കളിക്കുന്നത് യൂറോ ട്രക്ക് സിമുലേറ്ററാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എണ്ണിട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇപ്പം വണ്ടി ഓടിക്കലാണ്. ഞാൻ ലോഡ് വണ്ടിയായിട്ട് പോകും. വൈകുന്നേരം ഞാൻ ലോഡ് കൊണ്ട് ഇറക്കണം. ഡാമേജ് ഒന്നും ഇല്ലാതെ ഇറക്കണം. ഒരെണ്ണം എന്തൊരു ടൈം എടുക്കുന്ന 20 മിനിറ്റ് എടുക്കും ഒരു റൗണ്ട് തീർക്കാൻ. അത് പക്ഷെ നിങ്ങൾക്ക് കാണാനൊരു സുഖം ഉണ്ടാകത്തില്ല. പക്ഷെ നല്ല രസമാണ്. ഞാൻ ഇപ്പോൾ ലോഡ് വണ്ടിയായിട്ട് വൈകുന്നേരം നല്ല തലമുണ്ട് ഇതൊക്കെ ഇട്ട് ഞാൻ പോയിട്ട് നല്ല രസമാണ്. ഞാൻ പാട്ടൊക്കെ കേട്ട് ഞാൻ ഇടും. നല്ല രസമാണ് കളിക്കാൻ. കിടിലുമാണ്. ഇവിടെ സ്റ്റിയറിംഗ് വീലും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഈ സൈഡ് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഈ സൈഡ് ഫുള്ള് സ്റ്റിയറിംഗ് വീല് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് എൻ്റെ ലെഫ്റ്റിൽ. പക്ഷെ ഐസാണ് സാധനം. കളിക്കാൻ അടിപൊളിയാണ്. കളിക്കാൻ വിഷയമാണ്. യൂറോ ട്രക്ക് സിമുലേറ്റർ കിടിലൻ ഗെയിമാണ്. ആ PC-യുടെ സ്പെക്ക് അത് 3090 ആടാ. എൻ്റെ 3090 PC നെക്സ്റ്റ് ജെനിൽ ബിൽഡ് ചെയ്തത്. നെക്സ്റ്റ് ജെനിൽ ബിൽഡ് ചെയ്ത ഒരു സാധനം ജീവനോടുള്ളത് ഇപ്പം എൻ്റെ അതാന്ന് തോന്നുന്നു. അതിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പോകും. ഇപ്പൊ വന്നൊന്നൊരു മുട്ടു വാഴയായിരിക്കും. പഴമെങ്കിലും തരുവാടാ നീയോ? സക്കറിന്റെ സാമാനത്തിൽ കയറി പട്ടി അടിച്ചേട്ടാ. സക്കറിന്റെ കടിച്ചോടിച്ചിരിക്കാം മിണ്ടാതെ. നീ നിന്റെ പട്ടി കിട്ടുകൊടുക്കാറാണ് പതിവ്. സക്കീറാണത്. വാട്ട്? ഗിയർ ഉണ്ടോ? എടാ ഞാനേ ഒരു ഗിയർ ഓർഡർ ചെയ്ത് കേട്ടാ. ആ ഗിയർ മറ്റേ ഒരു ഗെയിമിൽ മാത്രമേ മറ്റേ അസറ്റ് കോർസ് ആ സാധനത്തിൽ മാത്രം
ഗിയർ സിങ്ക് ആവുന്നുള്ളൂ, ബാക്കി ഒന്നിലും സിങ്ക് ആവുന്നില്ല. അത് അതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇപ്പം റിട്ടേൺ അയച്ചേക്കുക. അത് തിരിച്ചു വരണം ഇനി, അതൊരു മാറ്റി റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഗിയർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഗിയർ ഉണ്ടായിരുന്നപ്പോൾ നൈസായിരുന്നു, അതിനകത്ത് ഓടിക്കുക അടിപൊളിയാ. അസറ്റ് പോലെ ആ വിഷയം സാധനമാണ്. എന്തൊരു ഗെയിമാടാ അത്, എൻ്റെ അമ്മോ. പിന്നെ അതുപോലെ ഗൈസ് സ്റ്റിയറിംഗ് വീലൊക്കെ ഉള്ളവരുണ്ട് നിങ്ങൾ ഈ ചാറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ്, ഡ്രിഫ്റ്റ് റാലി ഡു ട്രൈ ഇറ്റ് ഔട്ട്. എൻ്റെ അമ്മോ, അതൊരു റൗണ്ട് നിങ്ങൾ ഓടിച്ച് തീർത്താൽ നിങ്ങൾ ദൈവമെന്ന് ഞാൻ പറയും. ഞാൻ ഇതുവരെ ഒരു ലാപ്പ് പോലും തീർത്തിട്ടില്ല, ഒരു ലാപ്പ് പോലും എന്നെക്കൊണ്ട് ചെയ്ത് തീർത്താൻ പറ്റിയിട്ടില്ല. ഡ്രിഫ്റ്റ് റാലി എന്നെക്കൊണ്ട് ഒരു ലാപ്പ് പോലും ഇതുവരെ ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര പാടാണ്, ഭയങ്കര പാട്. നായയുടെ വാല് 10,000 ടൈംസ് കുഴലിലിട്ടാലും നിവരത്തില്ല എന്നൊരു ചൊല്ലുണ്ട്. പുള്ളിയല്ലേ അങ്ങനെയാണ്, എത്ര ഊക്ക് കിട്ടിയാലും പഠിക്കത്തില്ല. നിങ്ങൾക്ക് ഞാനൊരു ഉപദേശം തരാം, മാക്സിമം ആദ്യത്തെ ഊക്കിൽ തന്നെ മിണ്ടാതിരിക്കാൻ നോക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറിൽ കയറാതെ രക്ഷപ്പെടാം. നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി റീൽസ് അയച്ചിരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. കാരണം അവരും നിങ്ങളെ പോലെ ഒരു ചുരപ്പിന് പോകാണ്ടിരിക്കുകയാണ്. എന്റെ പഴയ ഹിസ്റ്ററി തപ്പി വരുന്നവരോട് ഞാൻ ഫോൺ ഇൻകോഗ്നിറ്റോ മോഡിലിട്ടാണ് കാണുന്നത്. ഹിസ്റ്ററി കിട്ടത്തില്ല, ചമ്പിപ്പോയി. പ്രശസ്ത എഴുത്തുകാരനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ബ്ലിസ്തോസ്കിയുടെ ഒരു വാക്കുണ്ട്, ഒരു വാക്ക് ശിബുദിനം. എന്നെക്കാട്ടി വലിയ മോഡി കേട്ടോ. എടാ പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാ നിങ്ങള്, ഈ പയ്യനില്ലേ, ഈ പയ്യന്റെ വീഡിയോക്കകത്ത് ഓരോരുത്തന്മാര് വെറുതെ വന്ന് പച്ചയ്ക്ക് തള്ളക്കും വിളിക്കുന്നത്. നമുക്ക് നിങ്ങൾ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ ഒരു കൊച്ചു പയ്യനല്ല, അവന്റെയൊക്കെ അകത്ത് പോയിട്ട് നമ്മൾ അവനെയൊക്കെ ആ കൊച്ചു ചെറുക്കനെ പച്ചത്തെറിയാ വിളിക്കണേ. കമന്റ് സെക്ഷൻ കണ്ട നിങ്ങളിപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞ് കുറെ വാണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞ് കുറച്ച് വാണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരാളുടെ ഡിസബിലിറ്റിയിലും എല്ലാത്തിലും പോയി കമൻ്റ് ഇടുന്ന കുറേ മറ്റേ ഡാർക്ക് ഹ്യൂമർ ഫുണ്ടച്ചികൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ്. എല്ലാത്തിനകത്ത് നോക്കിയാൽ മതി, എല്ലാ കമൻറ്റ് സെക്ഷനിലും ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ട് മറ്റേ എന്തോ മെസ്സാണെന്ന് പറഞ്ഞ് മറ്റേ കുറേ പുണ്ടച്ചികൾ വരും. എന്നുവെച്ചാൽ നമുക്ക് സഹിക്കില്ല. മറ്റേ ഇതായിട്ടിരുന്ന പുള്ളിക്കാരുടെയൊക്കെ ആ ഒരു ഫോട്ടോയ്ക്കകത്തൊക്കെ കമൻറ്റ് സെക്ഷൻ നോക്കണം. എന്തോ എല്ലാം തികഞ്ഞ ആൾക്കാരെന്നുള്ള രീതിയിലാണ് ഇവന്മാരുടെയൊക്കെ കമൻറ്റ്. എൻ്റെ പൊന്നു മക്കളെ, അഹങ്കരിക്കുമ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇങ്ങനെയൊക്കെ ഒരാളുടെ ഡിസബിലിറ്റിയും അതൊക്കെ കളിയാക്കുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഒറ്റ ആക്സിഡൻറ്റ് മതി നിൻ്റെയൊക്കെ ജീവിതം മാറാൻ. കണ്ണോ തലയോ കാലോ അണ്ടിയോ എന്ത് വേണേലും പോകാൻ ഒരു ആക്സിഡൻറ്റ് മതി. നമ്മൾ നെകളിക്കുമ്പോൾ അതിനനുസരിച്ചേ ഇതാ വരുള്ളൂ. ഒരു വയ്യായ്മ നിനക്ക് അവരുടെ ഇത് കാണാൻ താല്പര്യമില്ലേ, കാണാതെ പോവാ. പക്ഷേ പോയി ഡാർക്ക് ഹ്യൂമർ ഒരാളുടെ ഡിസബിലിറ്റിയെ പറ്റിയും ഒരാളുടെ എന്തെങ്കിലും ആക്സിഡൻസിനെ പറ്റിയോ പോയി ഡാർക്ക് ഹ്യൂമർ പറയണത് തന്തയില്ലായ്മയാണ്. അത് നീയൊക്കെ ഒന്ന് ആലോചിച്ചിരുന്നാൽ നല്ലതാണ്. അത്രയും വേറെ പറയുള്ളൂ, അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കുറേ കാണുന്നുണ്ട് ഇഷ്ടം പോലെ. ഈ മറ്റേ കോമാളിത്തരം കാണിക്കുന്നവന്മാരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ ഒരാളുടെ ഈ വയ്യായ്മ അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ദയവ് ചെയ്ത് അത് ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ റീൽസ് ഇതൊക്കെ സ്കിപ്പ് ചെയ്യണം. Bro, you remember this guy? Who is bro? അറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഓർമ്മയില്ല ആരാന്ന്, എനിക്ക് ഒരു പിടുത്തമില്ല. ഇതെന്താണ്? കനിക ലവ് സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ എനി ടൈം. മെന്നറ്റാംസ് ഗെയിമിംഗ് ഓൾസോ സബ്സ്ക്രൈബ്സ്. കനിയുടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് വെന്നി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വെന്നി തൂക്കിയേട്ടാ, വെന്നി തൂക്കിയേ, പിള്ളേർ തൂക്കിയേ, വെന്നി ഞാൻ ഇതിനൊക്കെയാണല്ലേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി സബ്സ്ക്രൈബ് ചെയ്യാനെതിരെ ഇവിടെ വലിയൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അഹങ്കാരിയാണ്, അയാൾ കൂടുതൽ വ്യക്തതയോടുകൂടി സംസാരിക്കും. അതൊക്കെയാണ് ഒരു പരാതിയായിട്ട് പറയുന്നത്. ആ സമയത്ത് ഞാൻ ചെയ്യേണ്ടിയിരുന്ന 3 സിനിമകൾ വളരെ പെട്ടെന്ന് ഇല്ലാതായി. കഥയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ചോദിക്കുന്നു, സാറേ ഏതാ ഇതിന്റെ ക്യാമറ?
അത് ശരി. നീ എന്നോട് ക്യാമറ ചോദിക്കാറായില്ലേ? ഒരു സിനിമയെന്ന് ഈ സിനിമ എന്ത് സ്റ്റോക്കിലാണ് ഷൂട്ട് ചെയ്യുന്നത് ചോദിച്ചോണ്ട് എന്നെ ആ സിനിമയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അവനെ പറ്റി തെറി പറയാം, അവനെ പറ്റി എന്ത് വേണമെങ്കിൽ ചെയ്യാം. പൃഥ്വിരാജ് ഇന്നാണ് ഇതേപോലെ ലെൻസിന്റെ അളവ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും എതിർക്കും? അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും. ഇന്ന് ലെൻസിന്റെ അളവ് വീട്ടിൽ കൊണ്ട് കൊടുക്കും. അതാണ്. ഇപ്പൊ അതേ അഹങ്കാരമാണ്, ചങ്കൂറ്റമായിരിക്കും. എന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞ അതേ സോഷ്യൽ മീഡിയ തന്നെയാണ് പിന്നീട് ഐ ഓൾവേസ് പ്ലേ ടു വിൻ. എടാ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ ഏത് പടം വന്നാലും ഉണ്ടല്ലോ, എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതാണെന്നറിയോ? അൻവർ. ഒരു സൈലന്റ് അഗ്രസീവ് ക്യാരക്ടർ എന്ന് പറയൂലേ, അതാണ് ആ സാധനം. വലിയ മറ്റേ ഹെവിയും ഡയലോഗുകളൊന്നുമില്ല, ലോ ടോണിൽ സംസാരിക്കണ ഒരു അത് എൻ്റെ അമ്മോ, എനിക്ക് പുള്ളിയുടെ ഉറുമി വിഷയമാണ്. ഉറുമി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉറുമി വിഷയമാണ് അൻവർ. ഇത് രണ്ടും എനിക്ക് പുള്ളിയുടെ തീ പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് സാധനമാണ്. പറയാനാണ് ഉണ്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് പുള്ളിയുടെ ഭയങ്കര സൈലന്റ് അഗ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, അതെനിക്ക് ഫീൽ ചെയ്തത് അൻവറിലാണ്. അത് എടുത്തു വെച്ചിരിക്കുന്നതോ അതോ അതുപോലെയാണ്. അണ്ണാ ഞാൻ വരച്ചത്. എടാ ഈ വെള്ളത്തിന്റെ റിഫ്ലക്ഷൻ ഒക്കെ എങ്ങനെയാടാ വരയ്ക്കണേ? നോക്ക്. ഞാൻ ഇത് കണ്ടപ്പോ ഞാൻ ഓർത്ത് ഇവൻ ഇത് വലുതാക്കി കാണിക്കണമായിരിക്കും ഒന്ന്. വിഷയടാ മോനെ, പൊളി. HK_art. Do check it out guys, do check it out. ഈ ബിഗ് ബോസ് ഒന്നും കാണലില്ല, ബട്ട് ഇതൊക്കെ കാണുമ്പോ കണ്ടുപോകും. സോറി, ഐ എം എ ജാസ്മിൻ ഫാൻ. എനിക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ വട്ടത്തെ ബിഗ് ബോസ് കിട്ടണമെന്നുണ്ട്, ബിഗ് ബോസ് ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് 3 പേരെയാണ് എനിക്ക് ആഗ്രഹം. അതിൽ 3 പേർക്ക് ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷം. ഒന്നെങ്കിൽ ജാസ്മിന് കിട്ടണം, ഒന്നെങ്കിൽ ജിൻഡോയ്ക്ക് കിട്ടണം, അല്ലെ അഭിഷേകിന് കിട്ടണം. എനിക്ക് ഇവർ 3 പേരുമാണ് ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ഇത്. ഇനിയുള്ള 25 ദിവസത്തിൽ ഞാൻ എല്ലാ ദിവസവും കാണും കേട്ടോ ഗൈസ്. ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ ബിഗ് ബോസ് കാണും. ഞാൻ എല്ലാ ദിവസവും ബിഗ് ബോസ് കാണും. ഇപ്പോൾ ഞാൻ അതായത് 1.5x പ്ലേ ചെയ്തിട്ട് എല്ലാ ദിവസവും ലൈവ് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുമല്ലോ, ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ പ്ലേ ചെയ്ത് വെച്ചേക്കും 1.5x. അത് മറ്റേ ഇങ്ങനെ ഇതായിട്ടിട്ട്. അപ്പം ഞാൻ ഇത് കാണാറുണ്ട്. എനിക്കും അഭിഷേക്, ജിൻഡോ, ജാസ്മിൻ. ചേട്ടാ എൻ്റെ ഫ്രണ്ടാണ് ഇൻസ്റ്റ, സിനൻ അഷ്റഫ്. ഞാൻ ആദ്യം വിചാരിച്ചു വേടനായിരിക്കും ഒന്ന്, മറ്റേ പ്രിവ്യൂ കണ്ടപ്പം. മറ്റേ പൊങ്കലുമായി വന്നു പൗർണമി, വീടൊരുങ്ങി നാടൊരുങ്ങി കൽപ്പാത്തി തേരൊരുങ്ങി, പൊങ്കലുമായി വന്നു പൗർണമി. നൈസ്, നന്നായിട്ട് പാടുന്നുണ്ട്. സിനൻ അഷ്റഫ് നന്നായിട്ട് പാടുന്നുണ്ട്. കുറച്ച് പത എടുക്കട്ടെ അണ്ണ. നിങ്ങൾ ഈ കാണുന്നത് വെറും പതയല്ല, സ്പെയിനിലെ ലോക പ്രശസ്തമായ ഒരു ഡെസേർട്ടാണ്. ഇതിന്റെ പേരാണ് ബൊസ്കി ലബിയോസോ. ഏകദേശം 27,000 രൂപ ഇന്ത്യൻ റുപ്പി ഇതിന് വിലയുണ്ട്. വ്യത്യസ്ത ഫ്ലേവറിൽ പത കഴിക്കാം എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഡെസേർട്ടിന് മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ, സെർവ് ചെയ്തിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ ഇത് കഴിച്ചില്ലെങ്കിൽ ഇത് ആവിയെ പോകുന്നതായിരിക്കും. എടാ ഈ കാശ് ഒരുപാടുള്ള ഒരു മണ്ടന്മാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒത്തിരി കാശുള്ള ആൾക്കാർ മണ്ടന്മാരാണ്. അവർക്ക് എന്ത് കൊടുത്താലും മറ്റേ ആട്ടുംകാട്ടം ഉണക്കിയിട്ട് അവലേസുണ്ടയാണെന്ന് പറഞ്ഞ് കൊടുത്താലും അവർ മേടിച്ച് തിന്നും. കുറച്ച് വില കൂട്ടിയിട്ടാൽ മതി. അതായത് 10 രൂപയുടെ ആട്ടുംകാട്ടം ഇല്ലേ, 10 രൂപയുടെ ആട്ടുംകാട്ടം പൊടിച്ചിട്ട് മറ്റേ അവലേസ് പൊടിയാണെന്ന് പറഞ്ഞിട്ട് മറ്റേ 50,000 രൂപയ്ക്ക് കൊടുത്ത് അവർ മേടിച്ച് കഴിക്കും. ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 27,000 രൂപയ്ക്ക് പത തിന്നെ എന്തോ വട്ടമില്ല ഉണ്ടോ? എൻ്റെ അളിയ 27,000 രൂപയ്ക്ക് വേറെ എന്തൊക്കെ കഴിക്കാം? അല്ല ഇത് എന്ത് ലോജിക്കുള്ള സാധനം? എന്തെങ്കിലും ഒരു ഇപ്പം ഞാൻ ഇപ്പോൾ പറയാം, മറ്റേ ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ, ബ്രിസ്ക്കറ്റ് അല്ലെങ്കിൽ മറ്റേ ഉപ്പൊക്കെ ഇങ്ങനെ വാരിയിടുന്നവനില്ലേ, അതൊക്കെ പിന്നെ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് മീറ്റ് ആയതുകൊണ്ടാണ്. പതയൊക്കെ 22,000 രൂപയ്ക്ക് മേടിച്ചു വേറെ പറയുന്നത് വേണ്ട.
നോക്കിയാൽ മതി നിങ്ങൾ. മറ്റേ ഈ ഫേമസ് ആയിട്ടുള്ള മറ്റേ 5 സ്റ്റാർ ഹോട്ടലുകളിലെല്ലാം കൊടുക്കുന്നത് തട്ടുകടയിലെ ഫുഡായിരിക്കും. മറ്റേ സമൂസയ്ക്ക് മറ്റേ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടില്ലേ, സമൂസ എന്നുള്ള പേര് മാറ്റിയിട്ട് ഫിൽഡ് പൊട്ടറ്റോ വിത്ത് ലൈക്ക് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതും. പൊട്ടറ്റോ എന്ന് പേര്, ഇത് സമൂസ എന്ന് പേരില്ല, ഫിൽഡ് വിത്ത് പൊട്ടാറ്റോ സോസേജ് ലൈക്ക് സ്വാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു എക്സ്പ്ലനേഷൻ കൊടുക്കും. കൊണ്ടുവരുമ്പോൾ സമൂസ ഷേപ്പ് മാറ്റി, സമൂസ ട്രയാങ്കിളിൽ ഇരിക്കുവാണെങ്കിൽ ഇത് മറ്റേ റെക്റ്റാങ്കിളിലാക്കും. എന്നിട്ട് സാധനം വെക്കും, അവിടെ വെക്കുമ്പോൾ എന്നിട്ട് പറയും 1500 രൂപ. അതാണ് സംഭവം. അതാണ് ഇറ്റു സ്കാം അല്ല, ഇത് സ്കാം അല്ല. 18 അവർ റെൻഡർ ടൈം. മായ 3D അർണോൾഡ് റെൻഡർ 7 മന്തായി യൂസ് ചെയ്യുന്നു. ഇൻസ്റ്റ ID 3D പിന്നെ വോൾവോ മോഡൽ ഡൗൺലോഡ് ടെർബോ സ്കിഡ് ടെക്സ്റ്റേർഡ് ഓൺ ഹൈബർ ഷേഡർ മായ. ഓ അതങ്ങനെയായിരുന്നല്ലേ. വീഡിയോയിൽ മെയിൻലി ഫോക്കസ്ഡ് ഓൺ ക്യാമറ ആനിമേഷൻ റെൻഡറിങ്. ഇത് ഫേക്ക് അല്ല. മറ്റേ കാട്ടുഫുണ്ട ഇവിടെ കാണാൻ ഇരിപ്പുണ്ടെങ്കിലേ നിന്നെ ഞാൻ നിന്റെ ചെവിക്കല്ലടിച്ചാൻ തിരിക്കും. നിന്നെ ഞാൻ എന്തോരം പൊക്കി പറഞ്ഞടാ കഴിവേറി. അതിന്റെ ഒരു ഇച്ചിരി നന്ദി നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ പിന്നെയും പിന്നെ എന്നെ പറ്റിക്കുമായിരുന്നോ? ഒരു വട്ടം എന്നെ പറ്റിച്ച് നിനക്ക് ക്രെഡിറ്റ് കിട്ടി, എന്നാ അതും കൊണ്ടങ്ങ് പോ. അതില്ല, വീണ്ടും കണ്ടവന്റെ സാമാനം കൊണ്ട് വന്നിരിക്കുന്നു. എൻ്റെ ആയിട്ട് പോലെ തോന്നുന്നുണ്ട്. ക്യാമറ മൂവ്മെന്റ്സ് കുറച്ച് സ്ലോ ആക്കി ഒരു സിനിമാറ്റിക് സ്കോപ്പ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. ഒരു ക്യാമറ മൂവ്മെന്റ് ആണ്, ഭയങ്കര സ്പീഡ് പോലെ തോന്നുന്നുണ്ട്. കണ്ടോ, ഭയങ്കര സ്പീഡ് പോലെ തോന്നുന്നുണ്ട്. അതൊന്ന് സെറ്റാക്കിയ അടിപൊളിയായിരിക്കും. നല്ല രസമാണ്. കൊള്ളാടാ, നല്ല ടാലന്റഡ് ആണ്. വല്ല 3D വർക്ക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 3D5 നിങ്ങൾ ഇതാക്കി നോക്ക്. ലാസ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് വാലോറന്റിൽ ഏറ്റവും പേടിയുള്ള അൾട്ട് ഏതാണ്? നിങ്ങൾക്ക് വാലോറന്റിൽ ഏറ്റവും പേടിയുള്ള അൾട്ട്? എനിക്ക് ഏറ്റവും പേടിയുള്ള അൾട്ട് ഇത് തന്നെയാണ്. എടുത്ത അപ്പോഴേ മറ്റേ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതായി പോവും. എനിക്ക് റൈസിന്റെ അൾട്ടാണ് ഏറ്റവും പേടി. അയ്യോ, റൈസ്, ഡെഡ് ലോക്ക്, ബ്രീച്ച്. ഓ ബ്രീച്ചിന്റെ അൾട്ട് ശരിയാടാ, ഇച്ചി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്രീച്ചിന്റെ അൾട്ട്. അത് പിന്നെ കൺകസ് ആയിട്ട് 1 ടാപ്പെങ്കിലും ചെയ്യും. ഇത് നേരെ ചത്തുപോടാ. അതാണ് അണ്ണാ. ഈ ആഡ് സോങ് ഓർമ്മയുണ്ടോ? അഡിക്റ്റഡ് ആഡ് സോങ്സിൽ ഏറ്റവും ടോപ്പിലുള്ള ആഡ് ഇതാ. റിമെമ്പർ ദി സോങ്. ഓ മറ്റേ ശീമാട്ടിയുടെ ആട്. എന്റെ അമ്മോ, ഇത് വിഷയം പാട്ടാ. ഇത് ശീമാട്ടിയുടെ ആടല്ലേ? ഇത് ശീമാട്ടിയുടെ അല്ലേ ആണെന്ന് തോന്നല്ലേ? അല്ലേ, ആ ആടല്ലേ ഇത്? എടാ ഇവ എന്ത് കിടലോടവൻ, എന്ത് കിടലോ അവൻ. അത് ഇത് കേട്ടാ ഇവിടെ കേട്ടാ. എടാ ചെറുക്കൻ പൊളി കേട്ടാ. ആ ചെറുക്കൻ ഒരു രക്ഷയില്ല, കിടിലം. ഹണിറോസ് വന്നോ? ഹരിജോഷി വന്ന കുഴി നിന്നിട്ട് വന്നതായാലോ. ഇപ്പൊ എത്ര നേരം ഇവിടെ ഞങ്ങള് വേറെ എന്തൊക്കെ കാര്യം പറഞ്ഞ് ഹനിരോഷി വന്നോഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ ഇവിടെ ഹണിറോസ് വന്നത്. ഹണിറോസ് എടുത്ത് വെച്ചോ. ഇത് ഈഗിൾ ഗെയിമിങ്. ഹണിറോസ് ഇവിടെ എവിടെയാണല്ലോ ഇരിക്കണേ. ഹണിറോസ് വന്നോന്ന് അവന്റെ ചോദ്യം.
ക്യാബിനറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണേ പണിയാം ഗൈസ്. അത് എല്ലാം കൂടി ഒരു കണക്ഷൻ ഉണ്ടാകുന്നതിനുള്ളൂ. ക്യാബിനറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണേ ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക, നല്ല വിസിബിലിറ്റി ഉള്ള ക്യാബിനറ്റ് എടുക്കണം. അതാണ് ഭംഗി. പണ്ട് ഞാൻ വിചാരിച്ചത് ഇതുപോലെ എന്തെങ്കിലും മറ്റേ മസ്കുലർ ആയിട്ടുള്ള ക്യാബിനറ്റുകളൊക്കെ ആയിരിക്കും അടിപൊളി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഈ ഇപ്പോൾ ഉള്ള ക്യാബിനറ്റ് ഞാൻ ബിൽഡ് ചെയ്തപ്പോഴാണ് എനിക്ക് വിസിബിലിറ്റിയുടെ ഒരു ഇത് മനസ്സിലായത്. ഞാൻ നിങ്ങളെ കാര്യം കാണിച്ചു തരാം. അതങ്ങോട്ട് തിരിവില്ല. ഇത് കണ്ടോ വിസിബിലിറ്റി ഉള്ള ക്യാബിനറ്റിൻ്റെ പ്രത്യേകത ഇതാണ്. വിസിബിലിറ്റി ഉള്ള ക്യാബിനറ്റ് നമ്മൾ ഒരിടത്തു നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ട ക്യാബിനറ്റ് കണ്ട നമുക്ക് നല്ല രസമാണ്. ഇവിടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വിസിബിലിറ്റി ഉള്ള ഇത് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതാ സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഫാൻസി ടൈപ്പിൻ്റെ ആളായിരുന്നു. സത്യം പറയാമല്ലോ, ഞാൻ ഇങ്ങനത്തെ ഫാൻസി ടൈപ്പിൻ്റെ ആളായിരുന്നു. അതിൽ നിന്ന് ഞാനിപ്പോൾ ഇതിലോട്ട് വന്നത് കൊണ്ട് പറഞ്ഞതാണ്. 5 നേരം പള്ളിയിൽ പോകുന്ന പൂച്ച, 5 നേരം കൃത്യമായി പള്ളിയിൽ പോകുന്ന പൂച്ച. ആനിമൽസ് എങ്കിലും മതമില്ലാതെ ജീവിക്കട്ടെ, അതാണ് എൻ്റെ സന്തോഷം. മതവും ജാതിയും ഒന്നുമില്ലാതെ മൃഗങ്ങളെങ്കിലും ജീവിക്കട്ടെ. മനുഷ്യരോ അങ്ങനെ ആയിപ്പോയി. അത് അമ്പലത്തിൽ പോകണമെന്നാലും പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാലും എവിടെ പോകണമെന്നില്ല പറഞ്ഞാലും സന്തോഷമില്ല. Who is the voice of Siri? I am the voice of Siri. There she is. I kind of got ഇതാണോ സിറി? her name. Her real name is Susan. Who is the voice of Siri? I am the voice of Siri. There she is. I kind of got ഹേ സിറി. ഒരനക്കോ ഇല്ല. ഇതെന്നെ ആരോ പറഞ്ഞ് പറ്റിച്ചതാടാ. ഇതെനിക്ക് ഐഫോൺ ആണെന്ന് പറഞ്ഞ് ആരോ എനിക്ക് തന്നതാ ഈ 15 Pro Max. ഇതെനിക്ക് ലൈവ് ഇടുമ്പോൾ പോലും ലാഗാ എനിക്ക്. ഒരു ചായ 2 ബൂസ്റ്റ് 4 കടി. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എത്ര എടുത്തായിരുന്നു? ഓർമ്മയുണ്ടോ? എത്ര എടുത്തായിരുന്നു? 10 കടി 4 ചായ 15 കടി. എടാ ഇത് ഈ ചെറിയ കടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറ്റിക്കണ ശോകമാണ്. നീ വേണേ ഏതെങ്കിലും വലിയ കടയിൽ പോയിട്ട് ഒരു ബിരിയാണി കുറച്ച് പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷെ ചെറിയ ജീവിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ 5 കടി തന്നിട്ട് 3 കടി ഉള്ളതെന്ന് പറയണത് ഭയങ്കര മോശമാണ്. ഒരു 10 എണ്ണം കഴിച്ചിട്ട് 5 എണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലടാ. ഇതെന്താ? ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കോ ട്രോൾസ്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡിസ്കോ ട്രോൾസ് നിർത്താം.